ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ച് ആ ദ്രോഹി എന്റെ അടുത്ത് വന്നപ്പോ അടികൊണ്ട് തകർന്ന അവന്റെ കാല് ഈ കൈകൊണ്ടാ ഞാൻ തുന്നിക്കെട്ടി ഉറപ്പിച്ചത്. അന്ന് ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കാലല്ല തല ഞാൻ വെട്ടിയെടുത്തേനെ. ഞാൻ അറിഞ്ഞില്ല ശ്രീദേവി, അറിഞ്ഞില്ല. ജീവച്ചവം പോലെ ഞാൻ ചട്ടുകൊല്ലം ജീവിച്ചു. ആ സമയത്താണ് ലീലാമ്മ സ്ഥലം മാറി എന്റെ ഹോസ്പിറ്റൽ വന്നത്. ലീലാമ്മയുടെ മകൾ രമ നേരിൽ കണ്ട വിവരം ലീലാമ്മ എന്നോട് രഹസ്യമായി പറഞ്ഞു. അപ്പോഴാണ് ശ്രീദേവിയുടെ മകൾ ലീലാമ്മയുടെ കയ്യിൽ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞത്. എന്നെങ്കിലും ഞാൻ അവനെ വെട്ടി നുറുക്കുമ്പോൾ അവന്റെ ചുമട് താങ്ങി നീ മാത്രമായിരിക്കും സാക്ഷിയെന്ന് ഞാൻ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത്. മാനേജറുടെ കൂടെ അവൻ തനി എസ്റ്റേറ്റിൽ പോയിരുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അംഗഹീനനായ അവന് മാനേജറുടെ കാമകളികൾ കണ്ട് രസിക്കാൻ. നീയും മാനേജറുടെ പിടിയിൽ അകപ്പെടേണ്ടതായിരുന്നു. എന്തോ നീ രക്ഷപ്പെട്ടു. എന്റെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ ശ്രീദേവി. എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ ജഗദീഷിനെ ഞാൻ വലിച്ചു കീറും, ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. വിനോദിനോട് പറയൂ. എടാ ദ്രോഹി, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും? നിനക്കെന്നെ സ്പർശിക്കാൻ പോലും കഴിയില്ല. നോ, ഗോ ബാക്ക്, ഗോ ബാക്ക്. എനിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ നീ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. എക്സ്പ്ലനേഷൻസ് എല്ലാം അത് കഴിഞ്ഞു വന്നതിന് ശേഷം. ബോയ്സ്, ടേക്ക് ഹിം. സ്റ്റേഷനിൽ പോയിരുന്നാണ്. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഡോക്ടർ നിരപരാധിയാണ്. മോളെവിടെ? മോക്ക് ഒരു ആപത്തും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചല്ലേ? അതെ. വിനു എന്തിനാ ജയിൽ ചാടിയത്? ഞാൻ ചാടിയതല്ല, അവരെന്നെ ചാടിച്ചതാ. ഡോക്ടറുടെ മേൽ പോലീസിന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഡോക്ടറോട് പോയി? ഡോക്ടർ ജഗദീഷ് അന്വേഷിച്ച് പോയിരിക്കുക.
ഒരു നിമിഷം കൂടി എനിക്ക് തരണം. മോളെ, ഡാഡി മോളെ, ഇതാണ് ഞാൻ മോളോട് പറയാറുള്ള ഡാഡി. നിങ്ങളുടെ അനുവാദം വാങ്ങാതെ മരിച്ചുപോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മോളെ സിന്ധുപോളെന്നാ വിളിക്കുന്നത്. ആ പേര് നിങ്ങൾ മാറ്റരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. താങ്ക്സ്. മോളെ, മോള് ചെല്ല്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, ക്ഷമ ചോദിക്കുന്നു. ഇനി ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? വരട്ടെ. ഡാഡി